സ്നേഹം നിറഞ്ഞവരെ, മനസ്സിലെ ആഗ്രഹം ഒരു 3 ദിവസം കൂടുമ്പോഴെങ്കിലും ഒരു സന്ദേശം നിങ്ങളിൽ എത്തിക്കണം എന്നാണ്. എന്നാൽ ഇതിന് സമയദൈർഘ്യം കൂടുന്നതിൻ്റെ കാരണം ഓർക്കുക, നിങ്ങളുടെ പ്രാർത്ഥനയുടെ സപ്പോർട്ടിൻ്റെ കുറവാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ സന്ദേശം ലഭിക്കാൻ വൈകുമ്പോൾ ഓർക്കുക, പ്രാർത്ഥന കൂടുതലായി അച്ഛൻ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് സന്ദേശം വൈകുന്നതെന്ന്. മുന്നോട്ടുള്ള നാളുകളും ദിവസങ്ങളും ഒക്കെ എത്ര പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ഏറെയേറെ സന്ദേശങ്ങൾ ബാക്കിയുണ്ട് കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ ഈ കമ്മ്യൂണിക്കേഷൻ മീഡിയ ഒക്കെ നിന്നു പോകുന്നതിന് മുമ്പ് ആത്മീയ മക്കളിലേക്ക് അത് എത്തിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ തീർച്ചയായും പ്രാർത്ഥിച്ച് സഹായിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ പ്രാവശ്യം നാം പറഞ്ഞു നിർത്തിയത് അന്തിക്രിസ്തു, എതിർ ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് അവന് ലോകത്തിൽ സകല ജനങ്ങളുടെയും കണ്ണിലുണ്ണിയായി മാറുകയും സകല ജനവും സകല രാജ്യങ്ങളും അവരുടെ പരമോന്നതമായ ബഹുമതികൾ അവനെ നൽകി ആദരിക്കുകയും ചെയ്യും. ഇങ്ങനെയിരിക്കെ അവന് പെട്ടെന്ന് പാവങ്ങളോടും ആരുമാരുമില്ലാത്തവരോടും നിസ്സഹായാവസ്ഥയിൽ കഴിയുന്നവരോടും വിധവകള്, അനാഥര്, അഭയാർത്ഥികള്, പാവപ്പെട്ടവര്, ഇങ്ങനെയുള്ളവരോട് പ്രത്യേക കരുണയും ദയയും അവൻ കാണിക്കുകയും അവരെ ഏതു വിധേനയും ഉയർത്തിക്കൊണ്ടുവരുവാൻ അവൻ കൂടുതൽ ശ്രമം നടത്തുകയും ചെയ്യും. അവരോടൊപ്പം അവൻ്റേതായ ദുഃഖം പങ്കുവയ്ക്കുന്ന പല പല സീനുകൾ, അവരുടെ ദുഃഖത്തിൽ അവരോടൊപ്പം ദുഃഖിക്കുന്ന ഒരു വ്യക്തിയായി, അവരുടെ വേദനയിൽ അവരോടൊപ്പം വേദനിക്കുന്ന ഒരു വ്യക്തി, അതെല്ലാം മുഖഭാവത്തിലും അവൻ്റെ പ്രവർത്തനങ്ങളിലും എല്ലാം പ്രകടമാകും. ഇതൊക്കെ അപ്പോഴപ്പോഴെ തന്നെ ലോകം മുഴുവനും കമ്മ്യൂണിക്കേഷൻ മീഡിയ വഴിയായിട്ട് പ്രചരിക്കുകയും ചെയ്യും. അങ്ങനെ അവന് ലോകത്തിലെ ഉന്നതമായിട്ടുള്ള ലോകോത്തര ബാങ്കുകളുമായിട്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ഈ പാവപ്പെട്ടവരെയും നിസ്സഹായകരായിട്ടുള്ളവരെയും അവരുടെ ഏറ്റവും താഴെക്കിടയിലുള്ള അവസ്ഥയിൽ നിന്ന് അവരെ സാമ്പത്തികമായി ഉന്നതത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി ഒരു വലിയ സാമ്പത്തിക പാക്കേജിന് അവൻ രൂപം കൊടുക്കും. എല്ലാ ബാങ്കുകളും അവൻ്റെ ഈ പ്രവർത്തനത്തെ അങ്ങേയറ്റം മുക്തകണ്ഠം പ്രശംസിക്കുകയും അവന് സപ്പോർട്ട് നൽകുകയും ചെയ്യും. ഇത് കാണുന്ന ലോകത്തിലെ എല്ലാ കോടീശ്വരന്മാരും എല്ലാ വ്യവസായികളും സകലരും അവനെ കൈയയച്ച് സഹായിക്കും. ഇതൊക്കെ പ്രിയപ്പെട്ടവരെ ഓർക്കുക, ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യം ഒന്ന് മാത്രം, പേരെടുക്കുക എന്ന് മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ള. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നല്ല പേര് സമ്പാദിക്കുക, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള മാർഗങ്ങളാണ് ഇതിനുള്ള കാര്യം മനസ്സിലാക്കണം. ഇതൊരു സാധാരണ മനുഷ്യൻ ദൈവം നൽകിയിരിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ദൈവം മഹത്വത്തിനു വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളല്ല, എന്നാൽ തികച്ചും സാത്താൻ്റെ പ്രവൃത്തി മാത്രമാണ് ജനങ്ങളെ തങ്ങളിലേക്ക് ആകർഷിക്കുക എന്നുള്ളത്. കാരണം നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും പൂർണ്ണമായ ക്രെഡിറ്റ് 100% ക്രെഡിറ്റ് നാം ദൈവത്തിന് നൽകണം എന്നുള്ള കാര്യം നാം ഒരിക്കലും മറക്കരുത്. അതിന് നമ്മെ സഹായിക്കുന്ന സുന്ദരമായ ഒരു സുവിശേഷ ഭാഗമുണ്ട്. വിശുദ്ധ ലൂക്കാശ്ലീഹായുടെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. നമുക്കൊന്ന് കേൾക്കാം. 17-ാം അധ്യായത്തിൽ 7 മുതലുള്ള വാക്യങ്ങളാണ്. നിങ്ങളുടെ ഒരു ഭൃത്യൻ ഒഴുകുകയോ ആട് മേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കാനും നിങ്ങൾ ആരെങ്കിലും പറയുമോ? എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക, ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതുവരെ
അരമുറുക്കി എന്നെ പരിചരിക്കുക, അതിനുശേഷം നിനക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്നല്ലേ നിങ്ങൾ പറയുക? കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ? ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, നമുക്കൊക്കെ നൽകിയിരിക്കുന്ന കടമകളും കൽപ്പനകളും എത്ര വലുതാണ്. പ്രത്യേകിച്ച് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം ലഭിച്ച ഒരു വ്യക്തി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊക്കെ നൽകിയിരിക്കുന്ന കടമകളും കൽപ്പനകളും എത്ര വലുതാണ്. പ്രത്യേകിച്ച് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം ലഭിച്ച ഒരു വ്യക്തി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരു കത്തോലിക്ക വൈദികനാണ്. അതിനുശേഷം ഒരു സമർപ്പിതനും സമർപ്പിതയുമാണ്. എന്നാൽ മൂന്നാമതായി പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരുമാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന യേശുവിൻ്റെ അനുയായികളായ ശിഷ്യരായ നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം അതെത്ര വലുതാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ വിശുദ്ധ ജീവിതം കൊണ്ട് മാത്രം, നമ്മുടെ ഒരു വിശുദ്ധ ജീവിതം വഴിയായി അനേകര് ദൈവത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും പിശാചിൻ്റെ കെണിയിൽ കുടുങ്ങി നിസ്സാര കാര്യത്തിന് വരെയും കൂടെ മറ്റുള്ളവരുടെ അഭിനന്ദനം നാം ആഗ്രഹിക്കുന്നു. അവരുടെ അപ്രീസിയേഷന് വേണ്ടി നാം കൊതിക്കുന്നു. അപ്രകാരം നാം സ്വീകരിച്ചു കഴിയുമ്പോൾ ഓർക്കുക, നാം ചെയ്തതിനുള്ള ഫലമെല്ലാം നമുക്ക് ഈ ഭൂമിയിൽ കിട്ടിക്കഴിഞ്ഞു. സ്വർഗത്തിൽ ബാക്കി ഒന്നും ഉണ്ടാകില്ല ലഭിക്കാൻ. കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ അയോഗ്യരായ ദാസന്മാർ മാത്രമാണ്, ഞങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളവ മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഒന്ന് ഓർത്തു നോക്കുക, 1,00,000 ആത്മാക്കളെ നമ്മുടെ പരിശുദ്ധമായ ജീവിതത്തിലൂടെ, വ്യക്തിപരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിലൂടെ നേടേണ്ട നാം, നമ്മുടെ ജീവിതകാലത്ത് നേടേണ്ട നാം 10 പേരെ നേടിക്കൊണ്ട് എന്ത് അഭിനന്ദനത്തിനാണ് നാം ശ്രമിക്കുന്നത്? ഏത് അഭിനന്ദനത്തിന് എന്ത് അർഹതയാണ് നമുക്കുള്ളത്? അതുകൊണ്ട് ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഒരു സത്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഭൂമിയിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആ ആയുസ്, അതതിൻ്റെ പൂർണ്ണതയിൽ എത്ര പരിശുദ്ധിയോടുകൂടെ ജീവിച്ചാലും നാം ചെയ്യേണ്ടത് വെച്ച് നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അത്രയൊന്നും നാം ചെയ്തിട്ടുണ്ടാകില്ല. അതുകൊണ്ട് ഓരോ ദിവസവും കഴിഞ്ഞുപോയ നാളുകളിൽ ചെയ്യാൻ പറ്റാതിരുന്ന ആ നല്ല കാര്യങ്ങളും സദ്ഗുണങ്ങളും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഓരോ ദിവസവും, ഓരോ നിമിഷവും, മുന്നോട്ടുള്ള ഓരോ നിമിഷങ്ങളും സമയം നഷ്ടപ്പെടുത്താതെ ചെയ്യുന്നതിന് വേണ്ടി നാം ആത്മാർത്ഥമായി ആഗ്രഹിക്കേണ്ടതുണ്ട്. കർത്താവ് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എല്ലാ തരത്തിലും. ഭൗതികമായ കാര്യത്തിന് വേണ്ടി നാം അങ്ങേയറ്റം ഊന്നൽ നൽകിക്കൊണ്ട് ആത്മാവിൻ്റെ മേഖലയിൽ ഒരു പ്രാധാന്യവും കൽപ്പിക്കാതെ നാം ചെയ്യുന്ന പ്രവർത്തികൾക്ക് നമുക്കൊരു ഫലവും ലഭിക്കുകയില്ല. ചെയ്യുന്ന കാര്യങ്ങൾ ഈശോയെ പ്രതിയും ഈശോ ഉള്ള സ്നേഹത്തെ പ്രതിയും വിശ്വാസ സത്യങ്ങൾ അടിയുറച്ചു നിന്നുകൊണ്ട് മദർ തെരേസയെ പോലെ, അതുപോലെ എത്രയോ വിശുദ്ധാത്മാക്കളെ പോലെ ചെയ്യുന്ന ഓരോ കാര്യവും നാം ദൈവമഹത്വത്തിനു വേണ്ടി ചെയ്യുമ്പോൾ മാത്രമേ അത് പുണ്യമാകൂ. എന്നാൽ ഇന്നത്തെ ഈ കാലഘട്ടത്തും ഇനി മുന്നോട്ടുള്ള കാലങ്ങളിൽ നിങ്ങൾ കാണും, ഈ ആൻറ്റി ക്രൈസ്റ്റിനും ഇതിനെപ്പോലെയുള്ള ഇവൻ്റെ പിന്നാളികളും ലോകത്തിൻ്റെ പേരെടുക്കാൻ വേണ്ടി എല്ലാ നന്മ പ്രവൃത്തികളും പുണ്യപ്രവൃത്തികളും ചെയ്യുന്നതായിട്ട് കാണും. ജനങ്ങളെ, നിസ്സഹായകരായിട്ടുള്ളവരെ ആരോടണയ്ക്കുകയും അവരെ ഉദ്ധരിക്കുകയും അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷേ ആ ഓരോ മനുഷ്യനിലും ഉള്ള ആ അമൂല്യമായ ആത്മാവിനെ കുറിച്ചൊരക്ഷരം മിണ്ടില്ല. ആത്മാവിൻ്റെ രക്ഷയ്ക്കുതകുന്നതിന് കാരണമാകുന്ന ഒരു നല്ല വാക്കൊരിക്കലും ഇങ്ങനെയുള്ളവരുടെ അധരത്തിൽ നിന്ന് വരില്ല.
അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അങ്ങേറ്റം പർവ്വതീകരിച്ചുകൊണ്ട് ഇന്ന് സുലഭമായിരിക്കുന്ന ഈ കമ്മ്യൂണിക്കേഷൻ മീഡിയയിലൂടെ ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ജീവിക്കുന്ന ഓരോ മനുഷ്യനിലേക്കും എത്തിച്ചുകൊണ്ട് ഈ വ്യക്തി ആണ് ലോകത്തിലെ ഏറ്റവും വലിയ മഹാനായ വ്യക്തി എന്ന് കാണിച്ചു കൊടുക്കുകയും അവരെ എല്ലാം അവനിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിരിക്കും അവൻ ചെയ്യുക. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവനും അവനിലേക്ക് മാത്രം ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ അവൻ ഒരു വലിയ പ്രഖ്യാപനം നടത്തും. അതെന്തായിരിക്കുമെന്നറിയാമോ? അവൻ്റെ പ്രഖ്യാപനം ഇതായിരിക്കും: ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്. ലോകം മുഴുവൻ ഞെട്ടും. ലോകത്തിലെ സകല ജനങ്ങളും അവനിലേക്ക് കൂടുതൽ ശ്രദ്ധയോട് നോക്കും. അക്രൈസ്തവർ, നിരീശ്വരന്മാർ, എല്ലാ തരത്തിലും പാപജീവൻ നയിക്കുന്നവരെല്ലാം അവനിലേക്ക് നോക്കുകയും ഈ ക്രിസ്തുമതം ഇത്രമാത്രം വിലപ്പെട്ടതും ഇത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നതാണോ എന്ന് ക്രിസ്തുമത അനുയായികളിലേക്ക്, ക്രിസ്തു മതത്തിലേക്ക് അവർ ശ്രദ്ധയോടുകൂടെ വീക്ഷിക്കാൻ തുടങ്ങും. മാത്രമല്ല, ഇവിടെ ക്രിസ്ത്യാനികളെ അവനിലേക്ക് ആകർഷിക്കുന്നതിനുള്ള ഒരു വലിയ കെണിയുമായിരിക്കും ഈ പ്രഖ്യാപനം. കാരണം ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം എവിടെയൊക്കെ വലിയ വെടിക്കെട്ടുകളുണ്ടോ അതിന് മുമ്പായൊരു സാമ്പിൾ വെടിക്കെട്ടുകൾ ഉണ്ടാവും. അപ്പോൾ സാമ്പിളായിട്ടുള്ള വെടിക്കെട്ടുകൾ ഇത്ര മനോഹരമാണെങ്കിൽ യഥാർത്ഥ വെടിക്കെട്ട് എത്ര വലുതായിരിക്കും എന്ന് മനസ്സിലാക്കി ജനം കൂടുതൽ ആകർഷിക്കപ്പെടും ആ അവസാന വെടിക്കെട്ട് കാണുന്നതിനൊക്കെയായിട്ട്. ഞാനിത് പറയാൻ കാരണം, ഈ സമയത്ത് ഇവൻ ഈ പ്രഖ്യാപിക്കുന്ന സമയത്ത് ക്രിസ്ത്യാനികൾ ലോകമാസകലം പീഡനങ്ങൾ അനുഭവിക്കുന്ന സമയമായിരിക്കും. അത് വെറും യഥാർത്ഥ പീഡനങ്ങളെ വെച്ച് നോക്കുമ്പം വെറും സാമ്പിൾ വെടിക്കെട്ട് പോലെയുള്ള ലഘുവായിട്ടുള്ള പീഡനങ്ങൾ മാത്രമായിരിക്കും. പക്ഷെ അത് നമുക്കൊക്കെ വലുതായിട്ട് അനുഭവപ്പെടും. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ നൽകിയിട്ടുള്ള ചില മെസ്സേജുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലോക മഹായുദ്ധത്തിൻ്റെ ആ മറവില് ക്രിസ്ത്യാനികൾ അങ്ങേയറ്റം പീഡിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് മുസ്ലിം തീവ്രവാദികൾ വഴിയായിട്ട്. അപ്പോൾ ഈ പീഡനങ്ങൾ നടക്കുമ്പോൾ ക്രിസ്ത്യാനികൾ ദൈവത്തിലേക്ക്, ക്രിസ്ത്യാനികളുടെ ശ്രദ്ധ ദൈവത്തിലേക്ക് തിരികുകയും അവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്ന സമയമായിരിക്കും. പീഡനങ്ങളുടെ നടുവിൽ അവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടെയും സാത്താൻ അവരിൽ നിന്നും മുതലെടുക്കുന്നതിന് വേണ്ടി ഒരു ചിന്ത അവരുടെ മനസ്സിന് നൽകും. അവരുടെ മനസ്സിൽ ഇപ്രകാരം നൽകും. എന്തായിരിക്കുമെന്നറിയാമോ? നിങ്ങൾ ഈ കാലം അത്രയും ഇത്രമാത്രം പീഡനങ്ങൾ സഹിച്ച് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചതിന് ദൈവം നൽകിയ ഒരു വലിയ പ്രതിഫലമാണ് ഈ മനുഷ്യൻ. നോക്കുക, ഈ ലോകം മുഴുവൻ അങ്ങേറ്റം ആദരിക്കപ്പെടുകയും സകലരാലും, ചെറിയവൻ മുതൽ വലിയവൻ വരെ സകലരാലും ആദരിക്കപ്പെടുന്ന ഈ ദിവ്യനായ ഈ മനുഷ്യൻ ഒരു ക്രിസ്ത്യാനി ആണെങ്കിൽ അയാൾക്ക് എന്താണ് ചെയ്യാൻ പറ്റാത്തത് ഈ ഭൂമിയിൽ? അപ്പോൾ ഇയാൾ നമ്മെ രക്ഷിക്കും. അപ്പോൾ ദൈവം ഇയാളെ അയച്ചതാണ് ഇന്ന് ലോകത്ത് പീഡനങ്ങൾ അനുഭവിക്കുന്ന ക്രിസ്ത്യാനികളെ രക്ഷിക്കുന്നതിന് വേണ്ടി എന്ന് ഒരു ചിന്ത സാത്താൻ ക്രിസ്ത്യാനികളുടെ മനസ്സിൽ പതിപ്പിക്കും. അങ്ങനെ ഇവൻ പതുക്കെ പതുക്കെ ക്രിസ്ത്യാനികളുടെ നേരെയുള്ള പീഡനങ്ങളെ അവൻ്റെ അമാനുഷികമായ കഴിവിനാൽ അതെല്ലാം നിർത്തി, അതെല്ലാം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയും എല്ലാവരെയും അവനിലേക്ക് ആകർഷിക്കുകയും ചെയ്യാൻ ശ്രമിക്കും. ഇതിൻ്റെ ബാക്കി അടുത്ത സന്ദേശത്തിൽ നമുക്ക് ശ്രമിക്കാം. ഇപ്പോൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള
സന്ദേശം നിങ്ങൾ അറിയുന്നുണ്ട്. ഒന്നുകൂടെ നമുക്കതിനെപ്പറ്റി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം ഈ ആൻറ്റി ക്രൈസ്റ്റ് വരുന്നത് ഈ ആരംഭിക്കാൻ പോകുന്ന മഹായുദ്ധത്തിൻ്റെ അവസാനമാണല്ലോ. അതുകൊണ്ട് യുദ്ധത്തിൻ്റെ ഓരോ ഗതിവിഗതികളും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ഈ അടുത്തയിടെ 2 ദിവസം മുമ്പ് പ്രിയപ്പെട്ടവരെ, ഉക്രൈൻ്റെ പഴയ കമാൻഡർ ഇൻ ചീഫ് ഇപ്രകാരം പ്രഖ്യാപിച്ചു: 3-ാം ലോക മഹായുദ്ധം ആരംഭിച്ചു കഴിഞ്ഞുവെന്ന്. ഒരു കാരണം ഇതായിരുന്നു. ഇതിനു മുമ്പ് നൽകിയ ചില സന്ദേശങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അമേരിക്കയും അതുപോലെ ബ്രിട്ടനും യുക്രൈന് നൽകിയ ചില ആയുധങ്ങൾ അത് റഷ്യയുടെ ഉള്ളിൽ മോസ്കോ വരെ ചെന്നെത്താവുന്ന ദീർഘദൂര ചില അത്യാധുനികമായ മിസൈലുകളാണ്. അവ ഉക്രൈന് നൽകുകയും എന്നാൽ ഉപയോഗിക്കാനുള്ള അതിൻ്റെ അവകാശം നിഷേധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ അടുത്ത 2 ദിവസം മുമ്പ് അമേരിക്കൻ പ്രസിഡന്റായ ബൈഡനും അതുപോലെ UK-യും ആ നിരോധനം നീക്കുകയും തുടർന്ന് പെട്ടെന്ന് തന്നെ ഉക്രൈൻ ഈ ദീർഘദൂര മിസൈലുകൾ റഷ്യക്കെതിരായി ഉപയോഗിക്കുകയും ഏറെ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പ്രകോപിതനായ പുടിൻ ആദ്യമായി ലോകത്ത് ഇതുവരെ ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു ICBM ഭൂഖണ്ഡാന്തര മിസൈൽ ഉക്രൈനെതിരെ ഉപയോഗിക്കുകയും ചെയ്തു. അണുവായുധം വഹിക്കാൻ സാധിക്കുന്ന മിസൈലായിരുന്നു അത്. പക്ഷേ അതിൽ അണുവായുധം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതൊരു വാണിംഗ് ആയിട്ട് യുക്രൈന് മാത്രമല്ല അമേരിക്കക്കെതിരെയും ബ്രിട്ടനെതിരെയും അതുപോലെ പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെയും ഒരു മുന്നറിയിപ്പായിട്ട് പുടിൻ അയച്ചതാണ്. 1500 കിലോമീറ്റർ അകലയിൽ നിന്നും 13,000 കിലോമീറ്റർ സ്പീഡിൽ വന്ന് പതിക്കുകയും ഏറെയേറെ ബിൽഡിങ്ങുകൾക്ക് നാശനഷ്ടം വരുത്തുകയും ചെയ്തു. ഭാഗ്യം കൊണ്ട് ആളപായം അധികം ഉണ്ടായില്ല. അതിനെ തുടർന്ന് ബ്രിട്ടൻ പറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ ഏതെങ്കിലും പാശ്ചാത്യ രാജ്യത്തിൽ നാറ്റോയിൽ അംഗമായ ഏതെങ്കിലും രാജ്യത്തിന് എതിരെ പുടിൻ ആക്രമണം അഴിച്ചുവിട്ടാൽ ഞങ്ങൾ നോക്കിയിരിക്കില്ല, ഞങ്ങൾ തീർച്ചയായും ഇടപെടുമെന്ന്. എല്ലാ തരത്തിലും പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ എല്ലായിടത്തും ഒരു ഭീതി പടർന്നിരിക്കുന്നു. യൂറോപ്പിലെ സ്വീഡൻ, ഫിൻലൻഡ്, നോർവേ എന്ന് തുടങ്ങിയ പല രാജ്യങ്ങളും തങ്ങളുടെ ഓരോ പൗരന്മാർക്കും ഇൻ്റർനെറ്റ് വഴിയായും ലഘുലേഖകൾ വഴിയായും മുന്നറിയിപ്പുകൾ കൊടുത്തിരിക്കുന്നു. കുറച്ച് ദിവസത്തേക്ക് ആവശ്യമായ ഉണങ്ങിയെടുത്ത ധാന്യങ്ങളും ഭക്ഷണവും വെള്ളവും മരുന്നും കരുതി വെക്കുക. ഒരു അണുവായുധമുണ്ടായാൽ ഏത് തരത്തിൽ അതിനെ പ്രതിരോധിക്കണമെന്ന് അവർ ലഘുലേഖകൾ വിതരണം ചെയ്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും അവർ ഒരുങ്ങിയിരിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇനിയും എത്രയോ പേരുണ്ട് ഇതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് കരുതി നാം കയ്യും കെട്ടിയിരിക്കുന്നവർ എത്രയോ പേരുണ്ടോ? ഇതൊക്കെ വരും പോകും. ചില മുന്നറിയിപ്പുകൾ കർത്താവ് തരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നാം അത് സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മൾ കഴിയുന്നതനുസരിച്ച് നമുക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളും മരുന്നുകളും ഒക്കെ വസ്ത്രങ്ങളൊക്കെ നാം സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. എലീഷ പ്രവാചകനെ സഹായിച്ച വിധവ 3.5 വർഷത്തേക്ക് അവളുടെ പക്കൽ ഉണ്ടായിരുന്ന ആ മാവ്, ആ എണ്ണ തീർന്നു പോവുകയുണ്ടായില്ല. ദൈവം നൽകിക്കൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ നാം ദൈവത്തിൽ ആശ്രയിച്ച് ലഭിക്കുന്ന സന്ദേശങ്ങളനുസരിച്ച് നാം ചില തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ നമ്മുടെ നിസ്സഹായാവസ്ഥയിൽ അവിടുന്ന് വേണ്ടത് ചെയ്തു തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് സന്ദേശങ്ങൾ പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവമായിട്ട് എടുക്കുക. മാത്രമല്ല, വരാൻ പോകുന്ന മഹായുദ്ധത്തിനായി എല്ലാ തരത്തിലും ഒരുങ്ങുക. പ്രത്യേകിച്ച് പ്രാർത്ഥനയുടെ സമയം വർദ്ധിപ്പിക്കുക. സാധിക്കുന്ന തരത്തിലുള്ള ഉപവാസവും ത്യാഗപ്രവൃത്തികളും പുണ്യപ്രവൃത്തികളും ചെയ്തുകൊണ്ട്
ഈ വരാൻ പോകുന്ന സംഭവ വികാസത്തെ ഏത് തരത്തിൽ ആത്മീയമായി നാം നേരിടേണ്ടതുണ്ട് അതിനെപ്പറ്റി വ്യക്തമായി മനസ്സിലാക്കുകയും പ്രാർത്ഥിക്കുകയും അതുപോലെ വചനം വായിച്ച് ധ്യാനിക്കുകയും അതുപോലെ എല്ലാ തരത്തിലുള്ള ആത്മീയ തരത്തിലുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടിയും നാം മുൻഗണന നൽകണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യകാമാതാവിൻ്റെയും വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും പ്രത്യേക മാധ്യശക്തിയോടുകൂടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.